നമ്മുടെ വിജയ് ആൻ്റണി നായകനായിട്ടുള്ള റോമിയോ എന്ന സിനിമ OTT റിലീസായി വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. സിനിമയിലെ നായകനെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. നായകൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ജോലി മതിയാക്കി നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വരികയാണ്. നാട്ടിലെത്തുന്ന അദ്ദേഹത്തിന് വേണ്ടി കല്യാണം ആലോചിക്കുന്നു വീട്ടുകാർ. അപ്പോൾ പുള്ളി പറയുന്നു, എനിക്ക് ലവിൻ്റെ ഫീൽ അറിയണം. ഇത്രയും കാലം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് പ്രായം പോയി, ഇനിയെങ്കിലും അതിൻ്റെ ഫീൽ അറിയണം. അപ്പോൾ ഞാൻ ലവ് ചെയ്തിട്ട് കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുകയാണ്. മറുവശത്ത് നായികയെ പരിചയപ്പെടുത്തുകയാണ്. നായിക മദ്രാസിൽ ജോലി ചെയ്യുകയാണെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആളൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു നടിയാകുക എന്നുള്ളതാണ്. അന്നേരമാണ് നായികയുടെ മുത്തശ്ശൻ മരിച്ച് നാട്ടിലോട്ട് നായിക എത്തുന്നത്. ആ സിറ്റുവേഷനിൽ നായികയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വീട്ടുകാരറിയുന്നു. വീട്ടുകാരപ്പോൾ എന്തായാലും കല്യാണം കഴിഞ്ഞിട്ട് ലവ് ചെയ്യാലോ എന്ന് പറഞ്ഞ് എന്തായാലും നായികയെ ഇഷ്ടപ്പെട്ടു, കല്യാണം ആലോചിക്കുകയാണ്. വീട്ടുകാരൻ്റെ നിർബന്ധപ്രകാരവും നായിക കല്യാണത്തിന് സമ്മതിക്കുകയാണ്. നായകനോട് ഒരേ ഒരു കാര്യം മാത്രം പറയുകയാണ്, എനിക്ക് ചെന്നൈയിൽ സെറ്റിലാവണം. അപ്പോൾ ചെന്നൈയിൽ നായകൻ അതിന് വിട്ടുവീഴ്ച തയ്യാറാകണം. പുള്ളി ഒരു പാവമാണല്ലോ. അപ്പോൾ അങ്ങനെ നായികയും കൊണ്ട് ചെന്നൈയിൽ സെറ്റിലാകുന്നു. അവിടെ നിന്ന് നായിക പറയുന്നത്, എനിക്ക് ഡൈവേഴ്സ് വേണം, എനിക്ക് നായികയാകണം അങ്ങനെയെന്നൊക്കെ പറയണം. ആൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്തിനെ പോലെ ഒരാൾ കടന്നു വരുന്നത്. യോഗി ബാബുവാണ്. പുള്ളി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഫോണിൽ 2 സിം ഉണ്ടല്ലോ, മറ്റേ സിമ്മിൽ ഇടുക, വിളിക്കുക, ആരാധകരാണെന്ന് പറഞ്ഞ് വിളിക്കുക, അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അത് കഴിഞ്ഞ് അവളെ പതുക്കെ സ്നേഹിക്കുക. ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും, ഇനിയിപ്പോൾ ഇവരിൻ്റെ ഒരു ചേരലും മറ്റുമൊക്കെ ആയിരിക്കും ഈ സിനിമ. അപ്പോൾ അവൾ നായിക എപ്പോൾ ആകും എന്ന് ആലോചിക്കും. അതിൻ്റെ കൂടെ അതും പോകും. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്ന് കുറച്ച് നേരം വെറുപ്പിക്കും. പിന്നീട് ഒരു സിനിമയ്ക്ക് ചാൻസ് കിട്ടുകയാണ്. പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം പ്രൊഡ്യൂസർ നഷ്ടപ്പെടുകയും നമ്മുടെ നായകൻ അത് ഏറ്റെടുക്കുകയാണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഞാൻ മറ്റേ വടക്കൻ സിവിയിൽ പുള്ളി പറയുന്ന പോലെ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ നായകനായി എത്തും, എൻ്റെ ഭാര്യ നായികയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഞാൻ നായകനാകും എന്ന് പറഞ്ഞു. അവസാനം നായിക കുറച്ച് അങ്ങനെ എന്നൊക്കെ പറയും. അവസാനം സമ്മതിക്കും, നമുക്കറിയാലോ. അങ്ങനെ സമ്മതിച്ച് ഇവരുടെ ഷൂട്ടിംഗ് ഒരു വശത്ത് നടക്കുന്നു, ഈ കോൾ ഒരു വശത്ത് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് തങ്കച്ചി പാസം കൂടെ ചേർക്കുന്നു. ഈ സിനിമ എന്തിനാണോ തുടങ്ങി, എന്തിനാണ് അവസാനിച്ച്, എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണുന്ന നമുക്ക് മനസ്സിലാവില്ല. ഇത് എഴുതി വെച്ച പുള്ളിക്കും മനസ്സിലാവില്ല, അത് അഭിനയിച്ച ആർക്കും തന്നെ മനസ്സിലാവില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് എന്തെങ്കിലും ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ടോട്ടലി ഈ സിനിമ, ഈ റോമിയോ എന്ന സിനിമ നമ്മൾ ആക്ച്വലി ഇവർ ചേരുന്നതാണെന്നെങ്കിൽ ഇതിൻ്റെ ഒരു കെമിസ്ട്രി നന്നായി വർക്കൗട്ട് ചെയ്യണം. നമുക്ക് ഇവർ ചേർന്നാൽ മതിയായിരുന്നു എന്ന് തോന്നണം. ഇത് അവസാനം നമ്മൾ ചേരുമ്പോൾ ഈ ചേർന്നാലെന്ത്, ചേർന്നില്ലെങ്കിൽ എന്ന്, അടിച്ച് പിരിഞ്ഞാലെന്ത് എന്നായി. കാരണം ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇവളുടെ നടിയാകണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പം സിനിമ ഷൂട്ടിംഗ് കാണിക്കുന്നു, നായകൻ ലവ് ചെയ്യണം എന്ന് പറയുന്നു. ഈ രണ്ടാമത്തെ സിനിമ എടുത്ത് എന്തിനാണ് വിളിക്കുന്നത്, ഈ സിസ്റ്റർ സെൻറ്റിമെൻറ്റ്സ് എന്തിനാണ് ഈ സിനിമയിൽ വെച്ചത് എന്നൊന്നും പറയാനില്ല. പിന്നെ പ്രകടനം പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ആൻ്റണി നമുക്കറിയാം, എല്ലാത്തിനും ഒരേ സംഭവം, ഒരേ എക്സ്പ്രഷനാണ്. നായിക ഒട്ടും മോശമല്ല, നല്ല ബോറായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ നമ്മുടെ 2 മണിക്കൂർ അങ്ങനെ പോകും, ഒരു ഒഴുക്കിൽ അങ്ങനെ കണ്ടു പോകാമെന്നല്ലാതെ ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് കണ്ടിട്ട് ഒരു പ്രയോജനമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചിലർക്ക് ഈ സിനിമ ഒരു വാച്ചബിൾ ഫ്ലിക്കായിട്ട് തോന്നിയേക്കാം, അത് അവരുടെ കാര്യം. ഞാനിതിപ്പോൾ പറയുന്നത് എൻ്റെ കാര്യമാണ്. സോ റോമിയോ OTT റിലീസായിട്ടുണ്ട്. നിങ്ങൾക്ക് നിറയെ സമയമുണ്ടെങ്കിൽ വെറുതെ ഇരുന്ന് കാണാം, ഇല്ലെങ്കിൽ വേറെ വല്ല സിനിമയും കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സിനിമ കാണാൻ ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ വീഡിയോ കാണുക. 2 മണിക്കൂർ കാണാൻ ഞാനത് ഒരു 5 മിനിറ്റ് വീഡിയോ കാണുന്നതാണ്. സോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.